വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശിവനും ശാലിനിയും കൂടി അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് പോകുന്നുണ്ട്. അന്നേരം നേരെ സന്ധ്യയോട് എടുക്കുന്നുണ്ട്. ഒരു കാട്ടിൽ ആ ഒരു റോഡിൽ കൂടിയാണ് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം വഴി കറക്റ്റ് അങ്ങോട്ട് ശിവന് ബോധ്യമില്ലാന്ന് തോന്നുന്നു. അന്നേരം വഴിയിലാണെങ്കിൽ ഒരാളിങ്ങനെ കാണുന്നുണ്ട്. അന്നേരം വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് അവരിങ്ങനെ വഴി ചോദിക്കുകയാണ്. അന്നേരം ഇയാൾ പറയുന്നുണ്ട്, ഇപ്പോൾ നേരം സന്ധ്യയോട് അടുക്കുകയാണ്, ഈ കാട്ടിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് പക്ഷേ രാത്രി നിങ്ങൾ അവിടെ എത്തുമെന്ന് തോന്നുന്നില്ല. ഈ കാടിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാണ്, വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്ക് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ അവരിങ്ങനെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പോകാനും പറ്റില്ല, കാടിൻ്റെ നടുവിൽ നിൽക്കാനും പറ്റില്ലല്ലോ. അതിനുശേഷം കാണിക്കുന്നത് അവരൊരു റൂമിൽ ഒരു വീടെന്ന പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇയാളോട് ചോദിച്ചിട്ട് എവിടെയെങ്കിലും താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കാണണം. അതിനുശേഷം അവരിങ്ങനെ ആ ഒരു വീട് തന്നെയാണ് കാണിക്കുന്നത്. അകത്തെ റൂമിൽ ഇവർ രണ്ടുപേരും നിൽക്കുകയാണ്. അതേസമയം ഇവരെ ഫോളോ ചെയ്ത് ബൈക്കിലാണെങ്കിൽ 2 പേരാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് കാണിക്കുന്നത് 2 ബൈക്കിലായിട്ട് 4 പേര് ഇവരെ ഫോളോ ചെയ്ത് എത്തുന്നുണ്ട്. ഇവർ ഈ താമസിക്കാനായിട്ട് പോയ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുകയുമാണ്. അന്നേരം ഇവരാണെങ്കിൽ അകത്തെ റൂമിലുമാണ്. ഇവർ പുറത്ത് ഒരു ഹാളെന്ന പോലെ കാണിക്കുന്നുണ്ട്. അവിടേക്ക് ഇവർ ഈ 4 പേരും കൂടി വന്നിരിക്കുകയും ആകപ്പാടെ ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം ശിവനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ശിവനിങ്ങനെ പറയുന്നുണ്ട്, ശാലിനിയോട് പറയുന്നുണ്ട്, പുറത്താളുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരാകപ്പാടെ ഇങ്ങനെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. ഈ 2 സീനാണ് കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇവർ ഇനി സുസ്മിത പറഞ്ഞു വിട്ടതാണോ ആകാനാണ് മിക്കവാറും ചാൻസ്. ഇനി ശിവനെ അപായപ്പെടുത്താനായിട്ട് ആ യോഹന്നാൻ്റെ ഇടപാടിൽ സുസ്മിത പറഞ്ഞു വിട്ടതാകണം. അല്ലാതെ വേറെ ശത്രുക്കളായിട്ട് വരുന്നില്ലല്ലോ. എന്തായാലും മഹേന്ദ്രൻ അങ്ങനെ ഒരു ഇത് ചെയ്തില്ല. അപ്പോൾ സുസ്മിതയുടെ ആൾക്കാർ തന്നെ ആയിരിക്കണം. ഇനി അവരുമായിട്ട് ശിവനടി ഉണ്ടാക്കി അവിടെ നിന്നും ശാലിനിയെ കൊണ്ട് രക്ഷപ്പെടുകയാണോ എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ശാലിനിക്ക് ആപത്തൊന്നും അവിടെ വെച്ച് ഉണ്ടായില്ല എന്ന് തോന്നുന്നു. പിന്നീട് അവർ ആ ഒരു എസ്റ്റേറ്റിലേക്ക് എത്തുമായിരിക്കും. പിന്നീട് അവർ പൂജയൊക്കെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ആ മണിമല എസ്റ്റേറ്റിൽ എത്തിയിട്ട് ആ ഒരു അമ്പലത്തിൽ എത്തും. പക്ഷേ അത് നടക്കും ഇല്ലയോ എന്നുള്ളതാണ്. അതിനോടകം ഇനി ചിലപ്പോൾ ശാരദാമ്മ ഫോൺ വിളിച്ച് ഇവരെ കിട്ടിയാൽ യാത്ര മുടങ്ങി തിരിച്ചു പോകാനുമായി. എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഓക്കെ, താങ്ക് യു.